Hello, all my beautiful souls. Welcome back to my channel. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്? എന്താണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്? സോ തിങ്ക് അബൌട്ട് യുവർ കറന്റ് സിറ്റുവേഷൻ. നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണോ ഈ സമയം പോകുന്നത്? എന്തിലേക്കാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഓർ ചില സിറ്റുവേഷന് നിങ്ങൾക്കൊരു എൻഡ് ഉണ്ടാക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണം ചില കാര്യത്തില്, റൈറ്റ്? അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരണം ചില സിറ്റുവേഷൻ. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് തോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. ഓക്കെ, സോ നിങ്ങൾ പോകുന്നൊരു അവസ്ഥയായിരിക്കാം, ഓർ നിങ്ങളുടെ ചില ഡ്രീംസ് ഉണ്ടായിരിക്കണം. സോ ഫൈനലി നിങ്ങൾക്കതൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലെ, ഒരു ക്ലാരിറ്റി അതിന് വേണ്ടിയിട്ട് കൊടുക്കണം, ആക്ഷനിലേക്ക് കൊണ്ടുവരണം, റൈറ്റ്? സോ അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ എന്ത് അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്? വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, നിങ്ങളത് ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ അത് വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, ഒരു ഫാമിലി ആയിരിക്കാം, ഫാമിലിയിലെ എല്ലാ ആളുകളും ഒരേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. ഫോർ എക്സാമ്പിൾ വീട് പണി പോലെ ആയിരിക്കാം, ഓർ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ നിങ്ങളുടെ ഫാമിലിയിൽ വന്ന് പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാവരും കൂടെ, ഫാമിലിയിലെ ഓരോ ആളുകളും ചേർന്നിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഇത് വ്യക്തികൾ തമ്മിലുള്ള സിറ്റുവേഷനും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വരുന്ന സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചില സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് യു നോ വാട്ട്സ് ദ മെസ്സേജ് ഐ എം ഹിയറിംഗ് ഫോർ യു. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് പോലെ, നിങ്ങളൊരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളെ അവിടെ നിങ്ങൾ വന്ന് സഹായിക്കും. എന്താണോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഗ്യാദർ ചെയ്യുന്നുണ്ട്, അലൈൻഡ് ആവുന്നുണ്ട്, എന്നത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് ചില സിറ്റുവേഷൻ എൻഡ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? ചില ആളുകൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് ചില ആളുകൾക്ക് അത് ഫാമിലി സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലിയിൽ എന്തോ ഒരു കാര്യമുണ്ട്, ഓർ നിങ്ങൾക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീംസിന്റെ പിറകെയാണ് അല്ലെ. സോ അത് ചില ആളുകൾക്ക് വീടായിരിക്കാം, ഓർ നിങ്ങളുടെ വലിയൊരു പാഷൻ ആയിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യമായിരിക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾ ചില സിറ്റുവേഷൻസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ടീം വർക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ചില ആളുകൾ നിങ്ങളൊരു ഷെൽട്ടറിന്റെ കീഴെ വരുന്നുണ്ട് വിത്ത് യുവർ റൈറ്റ് പീപ്പിൾ. ഓക്കെ, സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എയിംസ് ഉണ്ടായിരിക്കാം അല്ലെ, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളൊരു പെർഫെക്റ്റ് പ്ലേസ് കണ്ടുപിടിക്കുന്നുണ്ട്, അത് പെർഫെക്റ്റ് ആളുകളെ കണ്ടുപിടിക്കുന്നതായിരിക്കാം, പെർഫെക്റ്റ് പ്ലേസ് കണ്ടുപിടിക്കുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു കാര്യം നിങ്ങളെ തേടി വരുന്നത് പോലെ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ടായിരിക്കണം, ആൻഡ് ഫൈനലി നിങ്ങൾക്ക് വേണ്ട വീട് നിങ്ങൾ പോലും കണ്ടുപിടിക്കാതെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് വീടെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ളത്, അത് ഫൈനലി നിങ്ങളെ തേടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്താണോ നിങ്ങൾ തേടുന്നത് അത് നിങ്ങളും തേടുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലെ. എന്താണ് നിങ്ങൾ ഡെസ്പറേറ്റ്ലി ചിന്തിക്കുന്നത് അത് നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ സെന്റിമെന്റൽ ആയിട്ട് ചിന്തിക്കുന്ന കാര്യമല്ല, ഇത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം, വെറുതെ സെന്റിമെന്റൽ ആയിട്ടിരുന്ന് ചില ആളുകളെ പറ്റിയിട്ട് വിചാരിക്കുന്ന ആ ഒരു തോട്ട്സ് അല്ല. ഓക്കെ, ആ ഒരു തോട്ട്സിനെ പറ്റിയിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ എന്തൊരു തോട്ട്സ് അതും നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്.
ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, നിങ്ങൾ ചില ആളുകളുമായിട്ട് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, and അത് അവരും നിങ്ങളെ പറ്റിയിട്ട് ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓൾറൈറ്റ്, നിങ്ങളൊരു ഫാമിലി അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ വരേണ്ട ആളും നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ ഭാഗമാവേണ്ട ആളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതായിരിക്കാം, ചില ആളുകൾ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നതായിരിക്കാം റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ചില ആളുകൾ നിങ്ങളുടെ ഒരു പാഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അത്ര ആഗ്രഹമുള്ള ഒരു കാര്യം ചെയ്യണം, വരണം, അതിലേക്ക് വരണം, അങ്ങനെ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. സോ അത് നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നിടത്തുനിന്ന് അത് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് പോലെയാണ് ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് അഗെയിൻ ഒരു ഡിവൈൻ ടൈം ഉണ്ട് അല്ലെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ അല്ലെ. സോ നമുക്ക് അത്ര പ്രിയപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യമാണ് നമ്മുടെ ലൈഫിൽ വരുന്നതെങ്കിൽ, നമ്മൾ മാക്സിമം ലൈഫിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോകണം. ഒരു എക്സ്ട്രീം വരെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചില സമയത്ത് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും അല്ലെ. ആ ഒരു ലാസ്റ്റ് മൊമെന്റിലായിരിക്കും, ഒരു സെക്കൻഡേ ഉള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ആ ഒരു സെക്കൻഡ്സിൽ നമുക്ക് മിറാക്കിൾസ് നമ്മുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം. ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, സോ ലൈഫ് ഇസ് വെരി അൺപ്രഡിക്റ്റബിൾ. ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ലൈഫ് നമുക്ക് തരുന്ന കാര്യങ്ങളും, സോ സെക്കൻഡ്സിൽ സിറ്റുവേഷൻസ് മാറാൻ സാധിക്കും ഗൈസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി പോസിബിലിറ്റി ഒന്നും കാണാത്ത ചില പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അത്ര മാക്സിമം ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നിടത്തു നിന്നാണ് അത് നിങ്ങളെ തേടി വരാൻ തുടങ്ങുന്നത്. നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നും ശ്രമിക്കാതെ ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക. ഇത് ചില ആളുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ തേടുന്നത്, ആരെയാണോ തേടുന്നത്, ദേ ആർ ഓൾസോ സെർച്ചിങ് ഫോർ യു. Okay, so relate with your situation. What you need to hear right now. What you need to hear right now. What's the message for you? Third eye chakra. A deep awakening സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഇന്റൻസ് ആയിട്ടുള്ള അവേക്കനിങ് സെൻസ് ചെയ്യാണ് നിങ്ങൾ പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നതേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് നമ്മുടെ കൺമുന്നിൽ കണ്ടാലേ ഓക്കെ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നത് പോലെ, സ്മെൽ ചെയ്യുന്നത് പോലെ, കാണുന്നത് പോലെ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങള്, ഈവൻ ചില കാര്യത്തിന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ, ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ലൈക്ക് എൻ ഇൻറ്റ്യൂഷൻ. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ സെൻസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സെൻസ് നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മെമ്മറീസ്, തോട്ട്സ്, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന തോട്ട്സ്, ചില ആളുകൾക്ക് ചില ആളുകളെ പറ്റിയിട്ടുണ്ടാവുന്ന ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം. ഓക്കെ, സോ അതിൽ നല്ലതും ബാഡ് ആയിട്ടുള്ളതും ഉണ്ടായിരിക്കാം. ബാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില സത്യങ്ങൾ നമുക്ക് അത്ര സന്തോഷം തരാത്ത കാര്യങ്ങളായിരിക്കാം അല്ലെ, അതുപോലെ. ഓക്കെ, അതുകൊണ്ടാണ് അത് ബാഡ് എന്ന് പറയുന്നത്. മേ ബി ലൈക്ക് നമ്മൾ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് അറിയേണ്ടതുമായിരിക്കാം. ഓക്കെ, റിലേറ്റ് ചെയ്യാം ചില ആളുകൾക്ക്. ഓൾറൈറ്റ്, പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചില സിറ്റുവേഷൻ ആയിട്ട് അലൈൻഡ് ആവുന്നുണ്ട്, സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ചില കണക്ഷൻസ് ഉണ്ടാവും അല്ലെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ. സോ അവര് ഒരേ ഷെൽട്ടറിൽ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഒരേ ഹൗസിലേക്ക് വരികയാണ്, അതായത് ഒരേ ആ ഒരു സോൾ കോൺട്രാക്റ്റിലേക്ക് കണക്ട് ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇമോഷൻസ് അവിടെ സിമിലർ ആവുന്നുണ്ട്, ഇമോഷൻസ് അവിടെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അതാണ് നിങ്ങളുടെ തോട്ട്സ് തന്നെയാണ് അവിടെയും കണക്ട് ആവുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അവിടെയും അത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചിലത് വളരെ ഹെൽത്തി ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഒന്നുമല്ല, ഇത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അതല്ല നിങ്ങളുടെ ലൈഫിലെങ്കിൽ പ്ലീസ് ഡോണ്ട് റിലേറ്റ് ദിസ് റീഡിംഗ് ഫോർ ദാറ്റ് പേഴ്സൺ. ഓക്കെ, ലെറ്റ്സ് സീ. സോ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് കൂടുതൽ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യുക. ഓക്കെ, വാട്ട് യു നീഡ് ടു ഹിയർ right now. What you need to hear right now. Oh my god, seriously, നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിലേക്ക് എത്താനുള്ള വാതിൽ കാണിച്ചു തരുന്നുണ്ട്.
ഓക്കെ, സോ ജസ്റ്റ് ഫോളോ ചെയ്യുക. അത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരിക്കണം, അല്ലെ, ഒരു വഴി തെളിഞ്ഞു കാണുന്നുണ്ടായിരിക്കണം. പ്രോബബ്ലി വളരെ ലീസ്റ്റ് പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യാനുള്ളൊരു തോന്നലായിരിക്കാം. ഓക്കെ, സോ ചെയ്യാനുള്ളൊരു ഫ്രീഡം കൊടുക്കുക. ഈവൻ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ, അത് ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഗോ ആൻഡ് ചെക്ക്. ഓക്കെ, ആ ഒരു ഡോറ് പോയി നോക്കുക, അവിടെ എന്താ ഉള്ളത്, ആരാ ഉള്ളത്, എന്താ സിറ്റുവേഷൻ ഉള്ളതെന്ന് ജസ്റ്റ് പോയി നോക്കുക. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ചില ആളുകൾക്ക് ചില ഹിഡൻ ട്രൂത്ത്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, സത്യങ്ങൾ, വളരെ നേക്കഡ് ആയിട്ടുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത് പോലെ, ഓക്കെ, നഗ്നമായ സത്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പക്ഷെ ആ സത്യങ്ങൾ നിങ്ങൾ ഒരുപാട് അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പാത്ത് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾക്ക് ചില ആളുകളെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ നിങ്ങൾ കാണുന്നത്, അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്ക് ആയി പോവായിരുന്നു, അല്ലെ. സോ അതിന്റെ ഒരു ജെന്യൂനിറ്റി നിങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സർക്കിളിൽ തന്നെ പോവായിരുന്നു. സോ ചില ആളുകൾ നിങ്ങൾ അങ്ങനെയാണ് റിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിലെ ബ്ലോക്ക് മാറ്റാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, ആരിലാണോ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്യുക. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, വാട്ട് ഇസ് ദ മെസ്സേജ് ഫോർ യു. ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ ചില ബിസിനസ് പ്ലാൻ ആയിരിക്കാം, ഓർ നിങ്ങളുടെ പാഷൻ ആയിരിക്കാം. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ മൈൻഡ് പറയുന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ദാറ്റ്, അത് ചെയ്യാം. ഓക്കെ, സോ മേ ബി ലൈക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങൾ നോക്കരുത്. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എനർജി വൈസ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളായിട്ട് അലൈൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള, വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഇറങ്ങി വരിക, ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരിക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങി വരിക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ കൂടെ കണക്ട് ആയിക്കോളും. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, ഷാഡോ. ഓക്കെ, സോ പ്രോബബ്ലി ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഒരു ഷെല്ലിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങള് ഇത്ര സമയമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചില സർക്കിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ വിശ്വാസം കൊണ്ടൊക്കെ ആ ഒരു ഇട്ടാവട്ടത്തിലായിരിക്കും നിങ്ങൾ കിടന്ന് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്ന പല സെൻസും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ തരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലിമിറ്റേഷൻസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ സെക്കൻഡ്സിലൊക്കെ നിങ്ങൾക്ക് മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. Okay, let's take one more message. What you need to hear right now. What you need to hear right now. Balance. Okay, so പല കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ബാലൻസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. സ്പെഷ്യലി വെൽത്ത്, ലവ്, സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത്, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കണക്ട് ആവുന്നുണ്ട്, ലൈക്ക് മ്യൂച്വലി കണക്ട് ആവുന്നുണ്ട്. അത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമോ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമോ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കണം, അത് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഒരു ടൈം ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു വാഹനം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയത്ത് അങ്ങനെയാണ്, ചില പ്ലേസ് ആഗ്രഹിക്കും. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ചില പ്ലേസ് നമ്മളെ വിളിക്കും, നമ്മൾ അവിടെ കൊണ്ടുപോകും. ചില അമ്പലങ്ങള്, പള്ളി എന്നൊക്കെ പറയുന്നത് പോലെ ചില പ്ലേസ് അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോവാൻ അല്ലെങ്കിൽ നേപ്പാളിൽ പോവാൻ. പക്ഷെ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ട്രെക്കിംഗ് എന്താന്ന് പോലും അറിയാത്തൊരു ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ടൈം എവറസ്റ്റ്, അതായത് എന്റെ ഫസ്റ്റ് ട്രെക്കിംഗ് ആണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്.
ആൻഡ് ആൻഡിമാൻ, അത് മസ്റ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ആൻഡിമാൻ എന്നെ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എന്നെ ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ ചെന്ന സമയത്ത് ആ ഒരു ഫീലിങ്സ് വാസ് ഓസം. സോ അതുപോലെയാണ് എനിക്ക് നിങ്ങളുടെ ഈ ഒരു റീഡിങ് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ചില കാര്യങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അത് പ്ലേസ് ആയിരിക്കാം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, വീട്, വാഹനം, പ്രോപ്പർട്ടി, ഓർ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, ഓർണമെന്റ്സ് ആയിരിക്കാം ചില ആളുകൾക്ക് അത് ചില വ്യക്തികളാണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഡെസ്പറേറ്റ് ആയിട്ട്, ദേ ആർ ഓൾസോ വിഷിംഗ് ദാറ്റ്, ദേ ആർ ഓൾസോ സെർച്ചിങ് ഫോർ യു. നിങ്ങളെയും അവർ തിരയുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.